मौजूद थे, उनको कितनी इंजरी हुई, कितने लोग वो घायल और कितने कैजुअलिटीज है सर? देखिए वो सारा ऑफिशियली बताया जा चुका है। आगे जो भी कंफर्मेशन होगा, जो भी नंबर होगा सर, आप कितना वक्त अभी लग सकता है ऑपरेशन को पूरी तरह से अंजाम देने में? हादसा क्यों हुआ? देखिए टीम अभी पूरा अपना काम कर रही है, ग्राउंड में सारा एरिया क्लियर करने के बाद ही बताया। इसको पहचानना कितना चैलेंजिंग लग रहा है? मैंने बताया अभी हम लोग ग्राउंड पर काम कर रहे हैं, आप थोड़ा सा वेट करिएगा, हम आपको समय पे पूरी कितने लोगों को निकाला गया था सर? हॉस्टल की बिल्डिंग से कितने लोगों को निकाला गया था? അപകട സ്ഥലത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ പരിശോധനകൾ തുടരുകയാണ്. മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ അവിടെ എത്തുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്. നമുക്ക് ശരത്ലാലിനെ കിട്ടുന്ന മുറയ്ക്ക് ശരത്ലാലിനോട് ചോദിക്കും അവിടെ അദ്ദേഹം പറഞ്ഞത് എന്തൊക്കെയാണ്, എങ്ങനെയാണ് അവിടുത്തെ തിരച്ചിലുകൾ പുരോഗമിക്കുന്നത് എന്നുള്ള കാര്യം. കാരണം ശരത്ലാലുണ്ട്. നമുക്ക് ശരത്ത്, ഇപ്പോൾ ആ ഉദ്യോഗസ്ഥൻ ആരാണ്, അദ്ദേഹം എന്താണ് ഇപ്പോൾ ബ്രീഫ് ചെയ്തത്? തെരച്ചിലിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ബ്രീഫ് ചെയ്തത്. ജീവനോടെയുള്ള ആൾക്കാർ അവശിഷ്ടങ്ങളിൽ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നെ DNA ടെസ്റ്റിന്റെ കാര്യത്തിലും കാര്യങ്ങളൊക്കെ ആരോഗ്യ മുനിസിപ്പാലിറ്റി കമ്മീഷണറും മറ്റു കാര്യങ്ങളുമൊക്കെ ഹെൽത്ത് ഓഫീസറും ഒക്കെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹം ബ്രീഫ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നമുക്കറിയാൻ കിട്ടുന്ന ആംബുലൻസിൽ നിന്ന് ഇപ്പോൾ കിട്ടിയ കുറച്ച് മൃതദേഹ അവശിഷ്ടങ്ങൾ ഇപ്പോൾ ആംബുലൻസിൽ നിന്ന് കൂടെ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റുന്നുണ്ട്. ഇന്ന് രാവിലത്തെ തെരച്ചിൽ കിട്ടിയ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളാണ്. 2 ആംബുലൻസുകളിൽ ഇപ്പോൾ അത് മാറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും ഇതിപ്പോൾ തെരച്ചിലിനെ സംബന്ധിച്ചിടത്തോളം തെരച്ചിൽ സമീപ പ്രദേശങ്ങളിലേക്കോട്ട് മാറ്റിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇത് ഒരു പൊട്ടിത്തെറി നടന്നു, അല്ലെങ്കിൽ വിമാനം കത്തിയ ശേഷം പൊട്ടിത്തെറി നടന്നു എന്നൊരു സംശയം ഇപ്പോൾ തെരച്ചിൽ സംഘത്തിനുണ്ട്. സമീപവാസികളും അതുതന്നെയാണ് പറയുന്നത്. വല്ലാത്ത വലിയൊരു ശബ്ദം. കാരണം ഇന്നലെ ഈ ഒരു അപകടം ഉണ്ടായതിനു ശേഷം ഈ വാർത്താ ഏജൻസികളൊക്കെ ഈ അവിടെയുള്ള സമീപവാസികളുടെയൊക്കെ ബൈറ്റൊക്കെ എടുത്ത് പുറത്തുവിടുന്ന സമയത്ത് 5-6 കിലോമീറ്ററിനപ്പുറം താമസിക്കുന്നവർ പോലും ആകാശത്തെ ആ പുക കാരണം പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. അപ്പോൾ അതിനർത്ഥം ആ പൊട്ടിത്തെറിയുടെ ആ വിമാന അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളമായിരുന്നു? സമീപ പ്രദേശങ്ങളിലേക്കുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരിക്കും അല്ലേ? അതെ, അതുതന്നെയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ നമ്മൾ തൊട്ടപ്പുറത്ത് ഈ ഗോഡ റോഡിൽ തൊട്ടടുത്ത് താമസിക്കുന്ന മൗസി ബീഗം ബെൻ എന്ന ഒരു അമ്മയുമായിട്ട് സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് താനും മക്കളും ഭയന്നുപോയി, ഭയന്ന് പുറത്തിറങ്ങിയപ്പോൾ വീട്ടിന് ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിച്ച് പുറത്ത് ഇരുള് മുഴുവൻ പുകയായിരുന്നു എന്നാണ് അവർ നമ്മളോട് ന്യൂസ് മലയാളത്തോട് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു ഭയാനക അന്തരീക്ഷം പ്രദേശവാസികൾക്കുണ്ടായിരുന്നു. ഇത്തരമൊരു ദുരന്തം അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. അല്ലെങ്കിൽ വിമാനം തങ്ങളുടെ മുകളിലേക്ക് പതിക്കുമെന്ന് അവരൊരിക്കലും പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ ഒരു പതിക്കുന്നതിനെ ഒരു സ്വപ്നത്തിൽ കരുതാത്തത് കൊണ്ട് തന്നെ വിമാന അപകടമാണെന്ന് അറിഞ്ഞത് പിന്നീടാണ് എന്നാണ് അവർ പറഞ്ഞത്. പരിക്കേറ്റവരെയൊക്കെ കണ്ടിരുന്നു. കെട്ടിടം തകർന്നതാണ് എന്നാണ് ആദ്യം കരുതിയത്. കാരണം ഗുജറാത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഭൂകമ്പം ഉണ്ടാകുന്നത് കൊണ്ട് ഒരു ഭൂകമ്പ ദുരന്തമായ ഒരു അവസ്ഥയാണ് എന്നതാണ് ആ അമ്മ നമ്മളോട് പങ്കുവെച്ചത്. അതായത് അത്രയും ഭയാനകമായിരുന്നു കാര്യങ്ങൾ എന്നതാണ് ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്.